ഞാനൊരു കാര്യം പറയാനിരിക്കുക പിണറായിയോട്. ഞാനും പിണറായി ഒന്ന് മനസ്സിലാക്കാൻ പോവുക. ധൈര്യം ഉണ്ട് വരാൻ പറയാം. അമ്മയ്ക്ക് ആരോടാ, ദൈവത്തോടാണോ നന്ദി പറയുന്നത്, അല്ലെങ്കിൽ ആരോടാ ഇപ്പോൾ ഒരു വീടായി? ദൈവത്തോടും സുധാകര സാറിനോടും പള്ളച്ചുകൂടി ബാബു മെമ്പറോടും അവരോട് പ്രത്യേകം സാധനം. പിന്നെ വിൻസെൻ്റ് പണിക്കാരോടും. ഇവരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. എത്ര മുറി, എത്രയുണ്ട് വീട്? എങ്ങനെയാണ് അത് 2 മുറി, 2 ബാത്റൂം, 4 മുറി, പിന്നെ ഒരു അടുക്കള, ഒരറയും. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് CPM വലിയ തോൽവിയാണ്, ഒരു സീറ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ എന്നിട്ടും എന്താ എങ്ങനെ തോൽവിനെ ഒരു വാർപ്പ് സ്വർണം അവരുടെ ഈത്തപ്പഴം 5 രൂപ ഇറക്കിയാക്കണം. അവർക്കെങ്ങനെ ഈ കേരളം മൊത്തം പിടിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കെങ്ങനെ തോൽവി തന്നെ ഒരിക്കലും വരികയല്ല. അത് അവൻ്റെ അമ്മയുടെ അടക്കം പ്രതിഷേധം അവരുടെ തോൽവിക്ക് ശരിക്കും ഒരാക്കം കൂട്ടിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പോയി കണ്ടാൽ ഇവിടെ പലരെയും റോഡിൽ അടിച്ച് പെണ്ണുങ്ങളെയൊക്കെ കാലെ പിടിച്ച് വച്ചുകൊണ്ട് നടക്കും. അതുപോലെ ഇവിടെ ആലപ്പുഴ മഞ്ഞക്കല്ല് കുഴിച്ചിട്ടു പിള്ളേരെയൊക്കെ. ഒരു പെൺകൊച്ചിനെ കാലെ പിടിച്ച് വെച്ച് അതിൻ്റെ വസ്ത്രം വരപ്പോയി. ഒരു മനുഷ്യൻ വീണപ്പോൾ അതിൻ്റെ നടുക്കോടെ ഒത്തിരി പോലീസുകാരുടെ ഇടയ്ക്കോടെ കാല് നീട്ടി ചങ്കത്തി ഓടണം. അപ്പോൾ ഈ പോലീസുകാരെ കവർ ചെയ്യണമെങ്കിൽ CPM ആൾക്കാരല്ലേ പോലീസിൻ്റെ യൂണിഫോം കൊടുത്തേക്ക് ഈ പിണറായി വടിവാളും. ഇപ്പം ഇത് കൂട്ടല്ലേ എന്നാ ഗുണ്ട് എന്നാ ബോംബ് ഡീലല്ലേ എപ്പം ജോലി. അപ്പം പിന്നെ അവരെ അല്ലാതെ വേറെ ഒരു പാർട്ടി ഇങ്ങനത്തെ വൃത്തികേട് ചെയ്യണില്ല. പിന്നെ അവർ ചെയ്യണേന് മറ്റുള്ളവരെ പറയും BJP എന്ന് പറഞ്ഞു. ഇവർ കൊള്ളരുതാത്തവരാന്ന് പറഞ്ഞു. അക്കൗണ്ട് തുറക്കൂലെന്ന്. അവർ അക്കൗണ്ട് തുറക്കണവർ. BJP തൃശ്ശൂർ അക്കൗണ്ട് തുറന്നു. അതാ ഇവിടെ സുരേഷ് ഗോപി അമ്മയ്ക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമായിട്ടാണല്ലോ ഞാൻ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അവിടെയും പറഞ്ഞു ഇവിടെ എപ്പോഴും പറയുന്നുണ്ട് സുരേഷ് ഗോപിനെ പണ്ട് തുടങ്ങിയ ഇഷ്ടമാണ്. അത് രാഷ്ട്രീയമല്ല, അല്ലാതെ ഭയങ്കര അയാൾ പാവങ്ങളെ കാണുന്ന ഒരു മനുഷ്യനാണ്. ആ രാഷ്ട്രീയം നോക്കുന്ന ആളല്ല സുരേഷ് ഗോപിക്ക്, രാഷ്ട്രീയമല്ല. പിന്നെ ഇപ്പം വിളിച്ചോ അമ്മേ ഇതിനിടയിൽ? ഇപ്പം വിളിച്ചില്ല. ഞങ്ങൾ വിളിക്കണ്ടേ, ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയതല്ലേ, വിളിച്ച് പോയതാണ്. പിന്നെ എൻ്റെ മോളോട് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ. അങ്ങനെ ഇപ്പോൾ തിരക്കിൻ്റെ പുറകെ നടക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തോരം പേരെ വിളിച്ചുകൊണ്ടിരിക്കണേ. അവരിപ്പോൾ വിളിക്കാത്തതിന് നമ്മളൊന്നും പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അതുപോലെ ആ കുമ്മനം അവർക്കുള്ള സ്വത്ത് മുഴുവൻ വിറ്റ് പാവം കൊടുത്തു. അതുപോലെ ഒന്നും ആരും ചെയ്യല. പിന്നെ അവരെ ഈ കൊള്ളക്കാരുടെ കൂടെ അവരെ കൂടേണ്ട കാര്യമുണ്ടോ? നേരത്തെ പിണറായി വിജയൻ പറഞ്ഞത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശമല്ല, അതൊരു ഔദാര്യം എന്നാണ് പറഞ്ഞത്. ഇവിടെ ജനങ്ങളുടെ ഈ റോട്ടിയുടെ ഒരു സൈക്കിൾ ഓർഡറിങ് കിട്ടുക അതിന് നികുതിയാണ്. ഒരു പെട്ടിക്കട വെച്ചാൽ അതിൻ്റെ നികുതിയാണ്. അതുപോലെ ഭൂമി എന്തിനാ കാരണവരുണ്ടാക്കിയതല്ല ഈ കേരളം. അതൊക്കെ അവരവരുടെ കാരണന്മാരുണ്ടാക്കി. ഇവിടെ പിന്നെ എത്ര ഈ നമ്മുടെ നെഹ്റു ഭരിച്ച ഇന്ദിരാഗാന്ധി ഭരിച്ചതാണ്. അന്നത്തെ കാലത്ത് എല്ലാം ഇതുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഈ റോഡുണ്ട്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ പവർസ് ഉണ്ടായത് ഇവിടെ. അന്നത്തെ കാലത്തുള്ളതിനും അത് ഇവരുടെ വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഇതൊക്കെ അവർ വരുമ്പോൾ ഉള്ള അവർ കയറണം എന്നുള്ളതാണ്. അപ്പോൾ വികസനം പറയാൻ പിണറായിയുടെ കാരണവരുടെ സ്വത്തൊന്നുമല്ല. അയാൾ ഈ കട്ട് നിന്ന് നികുതിക്കാശ് ഇങ്ങോട്ട് ഇറക്കണം. അതാണ് ജനങ്ങളുടെ ആവശ്യം. ഇപ്പം ഖജനാവ് കാലിയാക്കിയെന്നാണ് പറഞ്ഞത്. ഖജനാവ് കാലിയാക്കിയാൽ ഇവിടെ ഇഷ്ടം പോലെ കൂട്ടിയിട്ടുണ്ട് കമ്പനി. അതൊക്കെ അങ്ങ് വിൽക്കണം, അതങ്ങ് കണ്ടുകെട്ടണം, ഈ കടം നികത്തണം. അല്ലാതെ പിണറായി കയറുമ്പോൾ പിണറായിക്ക് ഒന്നുമില്ല. ഇതുണ്ടായി എവിടെ നിന്നെന്ന് പറയണ്ടേ? ഈ ശമ്പളമാണെങ്കിൽ ഇത്രയും എല്ലാവർക്കും കണ്ടേ, എല്ലാവർക്കും ശമ്പളമുണ്ട്, പിണറായിക്ക് ശമ്പളമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കണ്ടേ ഈ ശമ്പളത്തിൻ്റെ മുതൽ. ഇവരുടെ മന്ത്രിമാർക്ക് ഈ കസേര തല്ലിയ മന്ത്രിമാർ മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ. നല്ലവന്മാർ ഒറ്റ തന്നെ അവിടെ ഇല്ല. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ നമ്മളെ നാടിന് വരികയാണ്. അത് എല്ലാം പൂർത്തിയായി, ഇതിൻ്റെ എല്ലാം പണി. വലിയൊരു ഷിപ്പ് അവിടെ വന്നു. അപ്പോൾ ആദ്യ സമയത്ത് ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഈ CPM അടക്കം കടൽ കൊള്ള എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പം അവരതിനെ വലിയ രീതിയിൽ അംഗീകരിക്കുകയാണ്. അതിന് നല്ല ആരും വരും, അവിടെ ആരും മീൻ പിടിക്കണ്ടോ, മുക്കാന്മാർ പിടിക്കണ്ട. അത് വിൽക്കുന്നതിൻ്റെ കാശ് അവർക്ക് വലിയ പങ്ക്. അവരിങ്ങനെ മേടിക്കാൻ ആളെ നിർത്തിയേക്കുക. അതുപോലെ അവരുടെ പെണ്ണുങ്ങൾ ഇച്ചിരി കൊണ്ട് വിറ്റാൽ അവിടെ ചെന്നിട്ട് മണ്ണെണ്ണ ഒഴിക്കൽ, തട്ടി വീഴ്ച, അത് കൈയിട്ട് വായിക്കൊണ്ട് പോക്ക്, അത് തട്ടി മറിക്കൽ. എന്നിട്ട് ആ മീൻ വെച്ചുകൊണ്ടിരുന്ന തല്ലാൻ ആശുപത്രി കൊണ്ടുപോയില്ലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവർക്ക് എന്നാ ഇവരുടെ കാരണവരുണ്ടാക്കിയതാണ് കേരളം. സാധാരണ പണ്ട് ചിലർ പറയണ കേട്ടോ, പരശുരാമൻ മഴ അറിഞ്ഞാൽ കേരളം എന്നാണ് പറഞ്ഞത്. മഴ അറിഞ്ഞാൽ കഥ പറഞ്ഞ കേരളം. അങ്ങനെയാണ് ഇവർക്ക് വേറെ മഴ എറിഞ്ഞ് കാണിക്കാൻ പാടില്ലേ?
അങ്ങനെ ഓരോ സ്ഥലം ഉണ്ടാവുകയാണ് ഓരോ മഴ മേടിച്ചാൽ മതിയല്ലോ. അവിടെ ഇവിടെയും കൊണ്ട് എറിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവുമല്ലോ. ഉണ്ടായില്ലേ? ഇതാരോട് പറയാനാ? അതുപോലെ അവർ എന്തെല്ലാം അവരുടെ അച്ഛന്മാർ മെത്രാന്മാരും ചാരായും മാറ്റി കുടിച്ച് മത്തരാകുക എന്ന് ചെറിയാനാ പറഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ പോയി. നാണമുണ്ടോ ഈ അച്ഛന്മാരും മത്തരാതെന്ന് പറയാൻ? ഈ ചെറിയാന് കൊള്ളാവോ? ഇവനെയൊക്കെ നിയന്ത്രിക്കണ്ടേ? ഇവനെ കരകടത്തേണ്ടതല്ലേ? ഇവൻ രാജ്യത്തെ ഒറ്റിക്കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ ഉണ്ടായി അവന് ചൂട്ട് പിടിക്കുകയല്ലേ അല്ലേ? ഈ ബാലിനാ പറയണേ എന്താ? ഈ ബാലിന് പറയാനും മറ്റുള്ളവരെ കളിയാക്കാൻ. അവൻ്റെ നാട്ടിൽ ഈ കശാപ്പ് നടക്കും. അവന് ഇവിടെ നമ്മളെ നന്നാക്കാൻ പറ്റുന്ന കാര്യമില്ല. ഉണ്ടോ? ഈ ബാലിന് എന്ന് പറഞ്ഞാൽ ബാലം മഹാവൃത്തികെട്ടവനല്ലെങ്കിൽ ഈ ഭാഷ പറയുമോ? ഞാൻ ചോദിക്കണം, നമ്മുടെ നാട്ടിലുള്ളവർ ഒരാളെ കൊല്ല അല്ലെങ്കിൽ അവരുടെ കുടുംബമില്ല, അത് പാടില്ല എന്നൊരു വാക്ക് അവൻ്റെ വായി ഞാൻ കേട്ടിട്ടില്ല. അവൻ സതീശനെ ചെമ്മിത്തല്ലാനെ ഇങ്ങനെയുള്ളവരെ കുറ്റം പറയല്ലാതെ അവൻ നല്ല കാര്യം ചെയ്തെന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഈ ബാലൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാലിൻ്റെ കൃഷി അത്. അവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യം തേങ്ങയിടയിലാണല്ലോ. അവർക്ക് തൂമ്പ പിടിച്ച് കിടക്കണ്ട. അമ്മ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. പിണ്ടായിട്ട് കൂലിപ്പട്ടാളാ അവര് ആ വിദ്യാർത്ഥികൾ ഇതിനിടയിൽ ഒരു കോളേജിലെ പ്രിൻസിപ്പാളെ തല്ലുക. അതൊക്കെ അമ്മക്ക് എന്താ ഇതിൽ പറയാനുള്ളത്? ഒരു വിദ്യാർത്ഥികൾ ചെയ്യാൻ പാടുണ്ടോ? വിദ്യാർത്ഥി ചെയ്യാൻ അവരുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഈ റിയാസ് എന്ന് പറഞ്ഞ അവൻ ഈ പിണ്ടായിയുടെ കൂട്ടി വന്ന് കയറിയത് മരുമോൻ, മുഖ്യമന്ത്രി റിയാസ് മരുമോൻ. ഇവൻ നല്ലവൻ വരുമോ? അവൻ്റെ അമൃതരി മക്കളെ കളഞ്ഞു വരുമോ? അവനെയൊക്കെ രക്ഷിക്കാനാണ് ഈ കൂലിപ്പട്ടാളം നിർത്തിയേക്കണ SFI. കൂലിപ്പട്ടാളാണോ SFI? ആ പിണ്ടായിയുടെ കൂലിപ്പട്ടാളം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സകല സാധനവും പോലീസിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പോലീസിൻ്റെ ഇടയ്ക്ക് കയറിയാച്ചാൽ കളിക്കാം. അപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞാൽ പിണ്ടായി അങ്ങോട്ട് വേണ്ട ആ കളി, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നില്ലേ? അത് അങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ പിന്നെ മറ്റുള്ളവർ ഭരിക്കുമ്പോൾ ഇങ്ങോട്ട് വേണമെന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഉണ്ടായി ഈ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ ഈ ഉമ്മൻചാണ്ടി എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പുറത്തേക്ക് ഇവൻ ഗുണ്ടകളെ ഇവിടെ നിന്നെല്ലാം ബൾബും കല്ലും മണ്ണും വേണ്ടാത്ത അഴുക്കെല്ലാം കൊണ്ട് തിരുവനന്തപുരത്ത് എറിഞ്ഞില്ലേ? അവിടെ ഒരു 6 മാസത്തേക്കെല്ലാം നടക്കാൻ കൊള്ളായിരുന്നു, വെള്ളം കുടിക്കാൻ കൊള്ളായിരുന്നു. ഈ പടയെല്ലാം വണ്ടിക്ക് അടിച്ച് അവിടെ കൊണ്ട് കുറ്റി അടിച്ചേക്കുമല്ലായിരുന്നോ? അത്രയും വൃത്തിയായിട്ട് ഏത് പാർട്ടി ചെയ്തേക്കണേ? ഇത്രയും വിടക്ക് പിടിച്ച പാർട്ടി എവിടെയുള്ള? വിദ്യാർത്ഥികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? SFIയെ കുറിച്ച് പറഞ്ഞാൽ ഈ 2 കൊല്ലം മുന്നേ ഒരു ചെറുക്കനെ കൊന്ന് അവിടെ അവർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ തോന്നിയാത്ത പിള്ളേർക്ക് തുണി മേടിച്ച് പിള്ളേർക്ക് അതിന് മുന്നേ ഒരെണ്ണം കൊന്നായിരുന്നു 2 കൊല്ലം മുന്നേ. അതിനെ കൊന്നിട്ട് അതിൻ്റെ അമ്മ അവിടെ സമരത്തിന് വന്നിട്ട് പോലീസുകാർ വനിതാ പോലീസ് ആ പയ്യൻ്റെ അമ്മേനെ കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു കോളേജിന് വെച്ചിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാണ് സിദ്ധാർത്ഥൻ, അതും ഞാൻ കണ്ടുകൊണ്ടത്. ആ കൊച്ചിനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാറയിൽ നിർത്തിയിട്ട് അമ്മമാരതിനെ കൊണ്ട് എന്തെല്ലാം തേടിക്കുക, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം അക്രമമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇടിമുറിയിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമല്ലേ? അപ്പോൾ അതിനും പിണ്ടായി ചൂട്ട് പിടിക്കുകയല്ലേ? ആ പിണ്ടായുടെ കഷ്ടകാലം പിണ്ടായി എണ്ണി ജനങ്ങൾ പറയട്ടെ. ഞാനൊരു കാര്യം പറയാനിരിക്കുക പിണ്ടായിയോട്. ഞാനും പിണ്ടായി ഒന്ന് മത്സരിക്കാൻ പോവുക. ധൈര്യമുണ്ട് വരാൻ പറയണം, ധൈര്യമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ചെയ്തതെല്ലാം ഞാൻ ഇയാളെ കൊണ്ട് ന്യായം പറയും. ഞാൻ മുഖ്യമന്ത്രിയാകും, തീർച്ചയായും ജനങ്ങളെ മുഖ്യമന്ത്രിയാകും. ഈ ചെയ്ത പാവങ്ങളെ ഇവനെ കൊണ്ട് പറയത്തേക്ക് വിടരുത്. പറ്റുമെങ്കിൽ അവൻ നോക്കിക്കോട്ടെ, അരക്കെ ചെയ്യാനും നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.